നിന്റെ തുണി കഴുകുവോ? എന്റെ അടുത്ത് പറഞ്ഞാൽ കഴിയും. പറയാത്ത താമസം ഇപ്പൊ കഴിയും. ഇനി മുതൽ അവന്റെ തുണി അവനവൻ കഴുകണം, അത്രേ ഉള്ളൂ. അതെങ്ങനെ വാശി പിടിച്ച് നിൽക്കല്ലേ? എല്ലാ തുണി അവക്ക് എന്നെ കഴുകണമെന്ന് ഒരൊറ്റ വാശി നിൽക്കല്ലേ? അല്ലേ പോട്ടെ, ഒരു വാഷിംഗ് മെഷീൻ മേടിയില്ല. പറ്റൂല, വാഷിംഗ് മെഷീനിൽ കൈ അഴുക്ക് പോവില്ലെന്നാണ് പറയണത്. അടിച്ചു നനച്ച് തന്നെ കഴുകണം. അടിച്ചരച്ച് പടവലത്ത് ആറ്റിക്ക് പോയി അടിച്ചരച്ച് ശീലിച്ചു പോയി. എന്നപ്പോ ഞാൻ വാശിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുത്ത് 2-3 ദിവസം അലക്കി ബാക്കി അത് കളഞ്ഞു. ഇപ്പൊ അവിടെ തുരുമ്പെടുത്ത മൂല കിടക്കേൻ. അത് നന്നാക്കി തരാൻ പറ്റും, നിങ്ങളെ നന്നാക്കി തന്നില്ലല്ലോ. ആ 2 ദിവസം കൊടുത്തില്ല. അതിന്റെ പേര് മറി പണിയോട് പണി പിടിഞ്ഞ പണി. ആ ഡേയ് മൂക്കി പിടിക്കുന്നു. മൂക്കില് വന്ന് ആ വന്ന ചോര വന്ന വെള്ളിട്ട് നോക്കിയാണ്. നോക്കണേ നോക്കട്ടെ നോക്ക്. ചീറ്റ് മൂക്കി ചീറ്റ് പറഞ്ഞ ചീറ്റ്. തുണി തിരിഞ്ഞ് കയറ്റണം. അപ്പൊ അറിയാൻ പറ്റും. വെള്ള തുണി ഇട്. 2 കമ്പി എടുത്ത് കുത്തി കയറ്റി, അപ്പൊ നല്ലോണം ചോര വരും. ഇപ്പൊ രണ്ടുപേരും അമ്മയുടെ മൂക്കിലോട്ട് കയറിപ്പോ. ഇതിപ്പോ ആരുടെയൊക്കെ ഡ്രസ്? ഇതിപ്പോ ആരുടെയൊക്കെ ഡ്രസ്? അതിപ്പോ ബാലുവിന്റെയും കേശുവിന്റെയും പാറുവിന്റെയും. ഇത് എന്റെ ചെക്ക് ഷർട്ട് കഴിയാ. അത് കഴിയാ. അജി അമ്മ, എന്റെ ഡ്രസ്സൊന്നും കഴിയേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. ഒരു ആവശ്യമില്ലാതാണ് അമ്മ കഴുകിയത്. എന്റെ ഷർട്ട് ഡ്രസ് ഒന്നും കഴിയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തിനമ്മ ആവശ്യമില്ല ചുമ്മാ ആവശ്യമില്ല കഴിയത്. അപ്പൊ ഇത് ആർക്കും ആവശ്യമില്ലാത്തായിരുന്നു, നേരത്തെ പറയണ്ടായിരുന്നു. ഇല്ലല്ല, ആവശ്യമില്ല കഴിയണ്ടില്ലല്ലോ. എവിടെ പോണു? എന്റെ ചെക്ക് ഷർട്ട് മതിലും കിടന്നു പോയി. കുട്ടമ്പലോ മോനെ മോളെ മര്യാദക്ക് ബക്കറ്റ് എന്റെ ഷർട്ട് എടുത്തു തരണം കേട്ടോ. കുട്ടമ്പള ചെറുമോനെ, കുട്ടമ്പളരെ മരിപ്പള. ബാലുവിന്റെ മോനെ പോയെടുത്തോളത് പൈ നോക്കിക്കൊണ്ടിരിക്കണത്. അച്ഛൻ എന്നെ ഒന്നും വിളിച്ചില്ല. വിളിച്ചില്ലേ? എന്നാ ബാലുവിന്റെ മോളും ചെല്ല്.